നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 മാർച്ച് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ 25 ചോദ്യങ്ങളാണ് എന്നത്തെയും പോലെ ഞാൻ ഇന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതൊന്ന് എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. 2026 മാർച്ചിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ ആകാശം ചുവപ്പ് നിറമാകാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? 2026 മാർച്ചിലെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ ആകാശം ചുവപ്പ് നിറമാകാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രതിഭാസം? ഉത്തര ഓപ്ഷൻ ബി ആണ് നരല്ല ചുഴലിക്കാറ്റ് കാരണമാണ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ ആകാശം ചുവപ്പ് നിറമാകാൻ കാരണമായത്. രണ്ടാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെ? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരെയാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് അഡ്വക്കേറ്റ് പി ശ്രീകുമാർ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായത്. മൂന്നാമത്തെ ചോദ്യം, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണ്? 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണ്? ഉത്തര ഓപ്ഷൻ ഡി ആണ് കൊടുവള്ളി മണ്ഡലമാണ്. കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ് 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പുതിയ ദൗത്യം ഏതാണ്? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തര ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഓപ്പറേഷൻ ഊർജ സുരക്ഷ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഊർജ സുരക്ഷ. അഞ്ചാമത്തെ ചോദ്യം, അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി AI അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി AI അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സംസ്ഥാനം? ഉത്തര ഓപ്ഷൻ സി ആണ് കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനുമായി AI അടിസ്ഥാനമാക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. ആറാമത്തെ ചോദ്യം, ദുരഭിമാന കൊലകൾ തടയുന്നതിനായി 2026 മാർച്ചിൽ ഇവ നമ്മവ എന്ന പേരിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ദുരഭിമാന കൊലകൾ തടയുന്നതിനായിട്ട് 2026 മാർച്ചില് ഇവ നമ്മവ എന്ന പേരിൽ ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തര ഓപ്ഷൻ സി ആണ് കർണാടകയിലാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയത്. ഇവ നമ്മവ എന്ന പേരില് ഒരു ബില്ല് കർണാടകയിൽ പാസാക്കുകയുണ്ടായി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുരഭിമാന കൊലകള് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏഴാമത്തെ ചോദ്യം, കിടപ്പ് രോഗികൾക്കും പ്രായമായവർക്കും വീട്ടിലെത്തി സാന്ത്വന പരിചരണം ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കിടപ്പ് രോഗികൾക്കും പ്രായമായവർക്കും വീട്ടിലെത്തി സാന്ത്വന പരിചരണം ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് സാന്ത്വനമിത്രം. അപ്പൊ കുടുംബശ്രീയുടെ സാന്ത്വനമിത്രം പദ്ധതി എന്താണ്? കിടപ്പ് രോഗികൾക്കും പ്രായമായവർക്കും വീട്ടിലെത്തി സാന്ത്വന പരിചരണം ഉറപ്പാക്കുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനമിത്രം. ക്ലിയർ ആയല്ലോ? നമുക്കിനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം ഏതാണ്? ഉത്തര ഓപ്ഷൻ ബി ആണ് സ്ലൊവേനിയ. ഏതാണ് ആ രാജ്യം? സ്ലൊവേനിയ രാജ്യത്തിലാണ് ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയത്. ഒമ്പതാമത്തെ ചോദ്യം, ഉത്തരാഖണ്ഡിന് ശേഷം ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നിയമസഭയിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിന് ശേഷം ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നിയമസഭയിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിന് ശേഷം ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നിയമസഭയിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തര ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ്. അപ്പൊ ആദ്യത്തെ ഏക സിവിൽ കോഡ്
നിയമസഭയിൽ പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. 10ാമത്തെ ചോദ്യം, 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? 2026 റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക, തമിഴ്നാട്, കേരളം. ഇതാണ് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ കേട്ടോ. അടുത്തത്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ, എനർജി എമർജൻസി പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഏഷ്യൻ രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫിലിപ്പീൻസ് ആണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം. അപ്പൊ നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം, ഭീം പേയ്മെന്റ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരം ആരാണ്? ഭീം പേയ്മെന്റ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, MS ധോണി. ആരാണ്? MS ധോണിയാണ് ഭീം പേയ്മെന്റ് ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ കായിക താരം. 13ാമത്തെ ചോദ്യം നോക്കാം. 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലോണിയാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ നഗരമാണ് ലോണി. അപ്പൊ 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെ നഗരമായ ലോണി നഗരമാണ്. ഇനി ഏറ്റവും മലിനമായ രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനെയാണ് കേട്ടോ. അപ്പൊ അതുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളുക. അപ്പോൾ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പദ്ധതികളും സർക്കാർ പദ്ധതികളും സൈനിക ഓപ്പറേഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ആ കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാത്തവര് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കമ്പനി ബോർഡ് LGS എക്സാമിന് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ 20 മാർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അത്രയും വർക്കൗട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ഈ ഒരൊറ്റ വീഡിയോ ആയിട്ട് തീരുന്നതല്ല. ഞാൻ 25 ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നോക്കുന്നതാണ് കേട്ടോ. 14ാമത്തെ ചോദ്യം, വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ സ്വകാര്യ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക കുറച്ച് മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ സ്വകാര്യ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക കുറച്ച് മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം? ഒരു ഓപ്ഷൻ ബി ആണ്, തെലങ്കാനയാണ്. തെലങ്കാനയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട്. എന്താണ്? വയോധികരായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക കുറച്ച് ആ തുക മാതാപിതാക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന. 15ാമത്തെ ചോദ്യം, ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരള സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി ഏതാണ്? ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഹോപ്പ് എന്ന പേരില് കേരള സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്ര പരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി. ഇനി 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഓപ്ഷൻ സി ആണ്, വനങ്ങളും സമ്പദ് വ്യവസ്ഥകളും. 17ാമത്തെ ചോദ്യം, 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് ചുരത്തിലൂടെയാണ്? എത്ര വർഷത്തെയാണ്? 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് ചുരത്തിലൂടെയാണ്?
ഉത്തര ഓപ്ഷൻ സി ആണ് ലിപ്പുലേഖ് പാസ്. ലിപ്പുലേഖ് ചുരത്തിലൂടെയാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ലിപ്പുലേഖ് ചുരം എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് ചുരം അല്ലെ. ഇനി 18ാമത്തെ ചോദ്യമാണ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി കേരളം ആരംഭിച്ച ആദ്യ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി കേരളം ആരംഭിച്ച രാജ്യത്തെ ആദ്യ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഈ വിദ്യ. എന്താണ്? ഈ വിദ്യയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരളം ആരംഭിച്ച രാജ്യത്തെ ആദ്യ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇനി 19ാമത്തെ ചോദ്യം, 7 അഗ്നിപർവ്വത കൊടുമുടികൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടക്കി ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ പർവ്വതാരോഹകൻ ആര്? 7 അഗ്നിപർവ്വത കൊടുമുടികളാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടക്കി ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ പർവ്വതാരോഹകന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ് ഭൂപതി രാജു അന്മേഷ് വർമ്മ. ഭൂപതി രാജു അന്മേഷ് വർമ്മയാണ് 7 അഗ്നിപർവ്വത കൊടുമുടികളെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടക്കി ലോക റെക്കോർഡ് നേടിയത്. ഇനി 20ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, അട്ടപ്പാടി. അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. 21ാമത്തെ ചോദ്യം, 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ സി ആണ് 116. 116ാം സ്ഥാനത്താണ് 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. കരിയറിൽ 90 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യ തികച്ച അർജന്റീനിയൻ ഫുട്ബോൾ താരമാരാണ്? കരിയറിൽ 90 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യ തികച്ച അർജന്റീനിയൻ ഫുട്ബോൾ താരമാരാണ്? ഓപ്ഷൻ ബി ആണ് ലയണൽ മെസ്സി. ആരാണ്? ലയണൽ മെസ്സിയാണ് കരിയറിൽ 90 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യ തികച്ച അർജന്റീനിയൻ ഫുട്ബോൾ താരം കേട്ടോ. ഇനി 23ാമത്തെ ചോദ്യം, 2026 മാർച്ചിൽ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ഏതാണ്? 2026 മാർച്ചിൽ ഇസ്രായേൽ ആക്രമിച്ച ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൗത്ത് പാഴ്സ്. സൗത്ത് പാഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമാണ്. അതാണ് 2026 മാർച്ചിൽ ഇസ്രായേൽ ആക്രമിച്ചത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? 24ാമത്തെ ചോദ്യം, മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായ ഏതാണ്? മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പ്രത്യേക പരിശീലനം നൽകുന്ന നായ ഏതാണ്? ഇതൊരു ഓപ്ഷൻ എ ആണ് ലൈക്ക. ആ നായയുടെ പേരെന്താണ്? ലൈക്ക. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 25 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ. 2026 മാർച്ചിലെ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് തീർന്നിട്ടില്ല. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്